വഴിപാടുണ്ടോ? മറന്നോ നീയേ? ഇന്ന് പൂത്തിരുവാതിരയല്ലേ? ഇവരുടെ മംഗല്യം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവാതിര. അപ്പൊ കേമായി തന്നെ ആയിക്കോട്ടെ അല്ലേ മാവ? പിന്നെ മുത്തശ്ശിയുടെ തിരുവാതിര കളി കണ്ടിട്ട് ശികാലായി. നീ അടി വാങ്ങിക്കേ എന്റെ കയ്യിന്ന്. പിന്നെ ഇയാളോട് വരുന്നു. ആരാ? ഏതാ ഇയാള്? ആള് മാറി തന്നോ അതോ വട്ടാണോന്ന് അറിയില്ല. വെറുതെ മായയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. ഓഹോ, ആ കുട്ടിയകത്തേക്ക് വെക്കോളൂ. നിന്നോടല്ല, മായയോട്. അതെ, ആ ഡേസി ഒന്ന് വിളിച്ചേ. താൻ അടി വാങ്ങിട്ടേ പോകുന്നു ശബ്ദം ചെയ്താണ് എനിക്ക്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിനക്ക് നേരത്തെ കിട്ടിയത് പോരല്ലേ? അടിക്കടാ, അടി അടി. തന്നോടല്ലേ പറഞ്ഞത് അത് ഡേസി അല്ല മായയാണെന്ന്? നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളമൊന്നും പറയണ്ട. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന പെൺകുട്ടിയാണ് ആ പോയ ഡേസി. ചങ്ങനാശ്ശേരിയിലാണ് അവളുടെ വീട്. അപ്പന്റെ പേര് ഫിലിപ്പോസ്, അമ്മച്ചിയുടെ പേര് സാറാമ്മ. ഇനിയും തെളിവുകൾ വേണോ? പഠിച്ചത് സെന്റ് തെരേസാസ് കോൺവെന്റിൽ, ഡിഗ്രിക്ക് SB കോളേജിൽ, ഇടവകപ്പള്ളി സെന്റ് തോമസ് ചർച്ച്. ഞാൻ വേണമെങ്കിൽ അവളുടെ മാമോദിസ മുഖ്യ ഡേറ്റ് വരെ പറയാം. വേണോ? എന്താ ഇയാളീ പറയണേ? മാറിയുന്നേ. ആ കുട്ടിക്ക് ഒരു മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ, ശ്രീമംഗലത്ത് മാധവനുണ്ണി മേനോൻ. ഞങ്ങൾ ആ കുട്ടിയുടെ തറവാട്ടിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ താൻ പറയുന്ന പോലെ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലുള്ള നസ്രാണി പെണ്ണൊന്നും അല്ല. തനിക്ക് സൂര്യാണ്ട എന്ത് പറയാമോ? താൻ ഡേസിയെ വിളിക്കും. എനിക്ക് അവളോടാണ് സംസാരിക്കാനുള്ളത്. ഇയാളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെയും കൊണ്ടേ ഞാൻ പോവും. ദേ, എല്ലാത്തിനും ഞാൻ അകത്താക്കും. രാമൻ പറഞ്ഞത് ശരിയാ. ഇയാക്കെ ബുദ്ധിസ്ഥിരത ഇല്ലെന്നാ തോന്നണത്. പണിക്കരെ ഈ ഭ്രാന്തനെ പിടിച്ച് പുറത്താക്ക്. ഭ്രാന്തത്തിന് മറ്റവനാടാ. നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കണം പണിക്കരെ. ബലം പ്രയോഗിക്കരുത്. ഞാനൊരു ബാങ്ക് ഓഫീസറാണ്. ഡേസി, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഡേസി, മാസമായി. ഞാനല്ലേ പറയണത്. എന്താ പണിക്കരെ, അയാള് കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഏയ്, ആളത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയണ കേട്ടപ്പോ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ തമ്പുരാട്ടി. അയാൾക്ക് തലയ്ക്ക് നൊസ്സാന്ന് പറഞ്ഞത് ചിലപ്പോ നേരായിരിക്കും. അതല്ല, എന്റെ പഴമനസ്സില് വേറെ ചില സന്ദേഹങ്ങള്. എന്താന്ന് വെച്ചാ തുറന്ന് പറയൂ പണിക്കരെ. അത് മായമോളെ പറ്റി തന്നെയാ. നമുക്ക് മേപ്പാടിനെ ഒന്ന് വരുത്തിയാലോ? അതിനും വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? വ്രതം നോറ്റിരിക്കുന്ന മേപ്പാടിനെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? സമയമാവുമ്പോ ഇങ്ങ് വന്നേക്കാന്ന് കൽപ്പിച്ചല്ലേ പോയത്. താൻ ചെന്നേ ആ സാവിത്രിയോടെ എന്റെ സഹചരാതി കുഴമ്പങ്ങ് കൊണ്ടുവരാൻ പറയൂ. ഓ, മുത്തശ്ശിയുടെ കുഴമ്പാ. പിന്നെ പണിക്കരമാന് വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. എല്ലാം ഞാൻ തീർത്തു തരാം. ഞങ്ങളുടെ പന്തതാ മായേച്ചി. ദേ, ഇവിടെ കളിക്കരുതെന്നാ പണിക്കരമോൻ പറഞ്ഞിരിക്കണേ. മുത്തശ്ശി പറഞ്ഞല്ലോ കളിച്ചോളാൻ. പണിക്കരമോന് കുശുമ്പാ. ഞാൻ പന്ത് തരാം. പക്ഷേ മാളൂട്ടിയോട് ഒരു കാര്യം പറഞ്ഞ് കേക്കോ? എന്ത് വേണേ കേക്കാം. പന്ത് തന്നാ മതി. ദാ, നിങ്ങൾ പോയി കളിച്ചോ. ഞാൻ മാളൂട്ടിയോട് ഒരു സൂത്രം പറയട്ടെ. തീർച്ചയായും മേടിച്ചു തരാം. കുട്ടിയാ ഇത് ചെയ്തേന്ന് ആരെങ്കിലും കണ്ടോ?
ആരും കണ്ടില്ല. എന്നാ പിടിച്ചോ. എന്റെ കയ്യിൽ തരണ്ട, മോള് തന്നെ കുളത്തിലേക്ക് ഇട്ടേക്ക്. കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോളനാട്ടിൽ യൗവനത്തിൻ തേങ്ങുകർന്നേ വാണു. മാധവിയിൽ കോവലനും സ്നേഹമുണ്ടായി തീർന്നു. ജായയെയും വേർപിരിഞ്ഞു പാവമായി ദേവി. ഭൂത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു. മാപ്പു ചൊല്ലി വീടണഞ്ഞു മാധവിയും വേർപിരിഞ്ഞു. ഹിന്ദിമിത്താരോ തകർന്നിമി ഹിന്ദിമിത്താരോ തകർന്നിമി ഹിന്ദിമിത്തോ. പോയതെല്ലാം വീണ്ടെടുക്കാൻ മാമധുര തന്നിൽ പോയതല്ലോ കണ്ണകിയും കോവലനും പിന്നെ. സങ്കടമിങ്ങനെ വന്നു പിണഞ്ഞതു തൻ വിധിയെന്നു നിനച്ചാൾ ദേവി. തന്റെ ചിലമ്പിലൊരെണ്ണം വിൽക്കാൻ ശങ്കയെഴാതെ കൊടുത്തയച്ചാൾ. ദുഷ്ടനാമൊരു പൊന്നും തട്ടാൻ ഇഷ്ടമോടെ വന്നാൻ. കോവലന്റെ കയ്യിൽ നിന്നാ കാൽച്ചീലമ്പും കൊണ്ടാൻ. പാണ്ഡ്യറാണി തൻ ചീലമ്പു പണ്ടു പണ്ടി പൊൻതട്ടാൻ. പാപചിന്ത തീണ്ടിടാതെ മോഷണവും ചെയ്താൻ. നിരപരാധിയം കോവലനുടെ ചിലമ്പെടുത്തവൻ കാട്ടി. പലതുമേഷണി പറഞ്ഞു മന്നവൻ ഉടനെ കൽപ്പിച്ചി ദേവം. കള്ളനെ കൊല്ല്, ചിലമ്പിന്റെ പെണ്ണിനു നൽക്. അവളുടെ കണ്ണിലും വില്ല് വിരിയണം കാര്യം ചൊല്ല്. ഭടരുടെ കോവലനെ കൊന്നവിടെ തീവിനെയും തീർത്തു ഞാൻ ചൊല്ലുന്ന നേരം. മധുരയിൽ ചെല്ലുന്നു ദേവി. പഴക്കിട്ടു തല്ലുന്നു മാറി. തെളിയുന്നു നെല്ലും പതിരും. ഒരു മൂല താൻ പറിക്കുന്നു. മിഴികളിൽ തീ പറക്കുന്നു. എരിയുന്നു പാണ്ഡ്യ ഭൂമി. പ്രതികാരം ചെയ്യുന്നു ദേവി. മുടിയുന്നു സർവ്വവും മണ്ണിൽ. മുടിയഴിച്ചാളും പിടിയോടെ അവൾ നിൽക്കുന്നു ജീപ്പിന്റെ തോണിയൊതുങ്ങില്ല വാക്കുകളിൽ. ദേവി പോരുന്നു തെക്കുള്ള ദിക്കുകളിൽ. കാത്തു രക്ഷിച്ചു കൊള്ളുന്നു ദുഃഖങ്ങളിൽ. കോവലനും കണ്ണകിയും സേമമോടെ തമ്മിൽ ചോളനാട്ടിൽ യൗവനത്തിൻ തേങ്ങുകർന്നേ വാണു. തേങ്ങുകർന്നേ വാണു. തേങ്ങുകർന്നേ വാണു. ഭഗവതി. Oh!